So today we can start with financial statement analysis. Second chapter ആണ് analysis and interpretation of financial statements. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ മീനിങ് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അതായത് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് the economic information to permit informed judgments and decisions by users of the information. അതായത് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ഓൺലി ഫിനാൻഷ്യൽ ഡാറ്റ ആർ കൺസിഡേർഡ് ആൻഡ് പ്രൊവൈഡിങ് ദ ഇൻഫർമേഷൻ ഫോർ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ ബൈ ദി യൂസേഴ്സ് ഓഫ് ദിസ് ഇൻഫർമേഷൻ. അപ്പം ശരിക്കും അക്കൗണ്ടിങ്ങിൽ വരുന്നത് എന്തൊക്കെയാണ്? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, അതേപോലെ സമ്മറൈസിങ് വേരിയസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എക്സെട്ര. സോ ദ എൻഡ് റിസൾട്ട്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കംപ്രൈസിങ് പ്രൈമർലി ദ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബാലൻസ് ഷീറ്റ്, അതേപോലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ചില കേസിലാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, പിന്നെ ചിലപ്പോഴാണ് അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും. അതേമാതിരി ബാലൻസ് ഷീറ്റിന് പറയുന്ന പേരാണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പം ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് വരുന്ന എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഏതൊക്കെയാണ്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ഇപ്പോഴാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ. ഈ ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ കാണിക്കും, ക്യാഷ് പൊസിഷൻ, ഒരു ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വരുന്നുണ്ട് കേട്ടോ പഠിക്കാൻ. വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എന്ന് പറയുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതേമാതിരി ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ ബേസിസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ബൈ ദ മാനേജ്മെൻറ്റ്. മനസ്സിലായല്ലോ? മാനേജ്മെൻറ്റിന് മാത്രമല്ല, ഔട്ട്സൈഡേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദി അഫെയേഴ്സ് ഓഫ് ദി ഫേം. ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരെല്ലാം വരാം? ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, employees, potential investors, government and the general public. Analysis and interpretation of financial statements depends upon the nature and type of information available in these statements. അപ്പോൾ ഇതെങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാം, ഇൻ്റർപ്രിറ്റ് ചെയ്യാം എന്ന് പറയുന്നത് എന്തിനനുസരിച്ചിരിക്കുന്ന പറയുന്നത് ഏത് ടൈപ്പ് ഓഫ്, അതായത് നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ, ഏത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിരിക്കും അതിൻ്റെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഓർഗനൈസ്ഡ് അക്കോർഡിംഗ് ടു ലോജിക്കൽ ആൻഡ് കൺസിസ്റ്റൻറ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ ഔട്ട്കം ഓഫ് സമ്മറൈസിങ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് റിസൾട്ട്സ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ ഈ 2 ബേസിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബേസിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടാതെ ഏതുണ്ട്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എക്സെട്ര ആർ ഓൾസോ പ്രിപ്പയർഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ഹോറോസ്കോപ്പ് ഓഫ് എ ബിസിനസ്. അതായത് നമ്മളെ ജാതകം നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാം വിശകലനം, പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു എന്താ പറയുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നാണ് പറയുന്നത്? ഹോറോസ്കോപ്പ് ഓഫ് ദ ബിസിനസ് ആണ്. ബിക്കോസ് ദേ എനേബിൾ റെൻറ്റേഴ്സ് ടു മെഷർ ദേ എനേബിൾ ദ റീഡേഴ്സ് ടു മെഷർ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കൺസേൺ. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? to provide information about the
financial position and performance of the enterprise that is useful to users in decision making. Other objectives എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇറ്റ് പ്രൊവൈഡ്സ് എന്താണ് ഇൻഫർമേഷൻ അബൌട്ട് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി കൺസേൺ. അതേപോലെ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ടു പ്രസൻറ്റ് true and fair view of business, then to estimate the earning capacity of the enterprise, to determine the debt capacity of the concern, and to decide about the future prospects of the business. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്ട്സ് ആയിട്ട് വരുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ്. അപ്പം നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്താ ഉണ്ടാവുക, റെക്കോർഡഡ് ഫാക്ട്സ് ആണ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. അതായത് ദ ടേം റെക്കോർഡഡ് ഫാക്ട്സ് റെഫേഴ്സ് ടു ദ ഡാറ്റ ഡ്രോൺ ഫ്രം അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എഴുതുന്ന, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്ന ഫിഗേഴ്സ് ആണെങ്കിലും ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന ഫിഗേഴ്സ് ആണെങ്കിലും അതെല്ലാം റെക്കോർഡഡ് ഫിഗേഴ്സ് ആണ്, അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്നാണ് നമ്മൾ എടുത്ത് എഴുതുന്നത്, അല്ലേ? സോ ഓൺലി ദോസ് ഫാക്ട്സ് വിച്ച് ഹാവ് ബീൻ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ആർ ഷോൺ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ റെക്കോർഡഡ് ദ ഡാറ്റ ടേക്കൺ ഫ്രം ദി അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആർ ഷോൺ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. Then second feature is accounting principles ആണ്, accounting conventions എന്ന് പറയും. അതായത് in the preparation of financial statements certain accounting principles, concepts and conventions are followed. എന്തൊക്കെ കൺവെൻഷൻസ് ഒക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? വൈൽ വാല്യൂയിങ് ഇൻവെൻട്രി, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ്, അതൊരു കൺവെൻഷനാണ്. മാരി ദ വാല്യൂയിങ് ഓഫ് അസെറ്റ് അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രിസിയേഷൻ പ്രിൻസിപ്പിൾ ഫോർ ബാലൻസ് ഷീറ്റ് പേർപ്പസസ് ഫോളോ. അങ്ങനെ ഓരോന്നും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഫോളോയിങ് സം എന്താ പറയുക പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്. ഓക്കെ, ദെൻ അസംഷൻസ് ആണ് അടുത്തത് പറയുന്നത്. അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്ലേറ്റ്സിനെയാണ് പറയുന്നത്. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഓൺ സർട്ടൻ അസംഷൻസ്. അതായത് വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അക്കൗണ്ടൻറ്റ് മേക്ക് മെനി അസംഷൻസ് ലൈക്ക് ദ വാല്യൂ ഓഫ് മണി റിമൈൻസ് കോൺസ്റ്റൻറ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എക്സെട്ര. മനസ്സിലായല്ലോ? ദെൻ എഗെയിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. അതായത് ഇത്രയൊക്കെ കൺവെൻഷൻസും അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ചില എന്താ പറയുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എഫക്റ്റഡ് ബൈ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് അക്കൗണ്ടൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ മെത്തേഡ് ഓഫ് സ്റ്റോക്ക് വാല്യൂഷൻ. അപ്പോൾ നമ്മൾ പഠിക്കുക, അതേമാതിരി മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ എക്സെട്ര. അതായത് ഡിഫറെൻറ്റ് പല രീതിയിൽ നമുക്ക് ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യാം. ഓൾ ദീസ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി അക്കൗണ്ടൻറ്റ്. അതായത് അക്കൗണ്ടൻറ്റ് ക്യാൻ സെലക്ട് വൺ ഓഫ് ദി അവൈലബിൾ മെത്തേഡ്സ് ഓഫ് സ്റ്റോക്ക് വാല്യൂഷൻ, ഡിപ്രീസിയേഷൻ എക്സെട്ര. ക്ലിയർ ആവുന്നുണ്ടോ? സോ ദീസ് ആർ ദ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഫസ്റ്റ് ആരൊക്കെയാണ് ഈ എന്താ പറയുക യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആർക്കൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണ്ടത്? ഫസ്റ്റ് വൺ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഏതൊക്കെ രീതിയിലാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സപ്ലൈ വാല്യബിൾ ഇൻഫർമേഷൻ ടു ദ ഓണേഴ്സ് അല്ലെങ്കിൽ ഓർ മാനേജ്മെൻറ്റ്. ദേ മേക്ക് യൂസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ അസർട്ടൈനിങ് ഏർണിംഗ് കപ്പാസിറ്റി, ഫിനാൻഷ്യൽ പൊസിഷൻ, അതേപോലെ എന്താണ് ഗ്രോത്ത് എക്സെട്ര. അപ്പം മാനേജ്മെൻറ്റ് ക്യാൻ ടേക്ക് ഡിസിഷൻസ് ആൻഡ് മാനേജ് ദ ബിസിനസ് എഫിഷ്യൻ്റ്ലി ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻസ് പ്രൊവൈഡഡ് ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. മനസ്സിലായല്ലോ? അപ്പം എങ്ങനെയാണ് ഓണേഴ്സിന് അതിനെ കൊണ്ടുള്ള യൂസ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് യൂസർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? രണ്ടുണ്ടാവും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തവരും ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ലോങ് ടേം ലെൻഡേഴ്സ് ആർ ദ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് നീഡ് ഇൻഫർമേഷൻ ടു ഡിസൈഡ് വെദർ ടു ബൈ, ഹോൾഡ് ഓർ സെൽ ഷെയർസ് ഓഫ് ദി കമ്പനി.
അതായത് ഷെയർ വാങ്ങണോ അതോ വിൽക്കണോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണോ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻഫർമേഷൻ ആവശ്യമാണ്. അതേപോലെ ദേ ഓൾസോ നീഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് അവരുടെ ഫണ്ട് സേഫ് ആണോ എന്ന് അറിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. സോ ഇൻ ഷോർട്ട് ദേ വാണ്ട് ടു നോ ദ ഡിവിഡൻഡ് പേയിങ് കപ്പാസിറ്റി ഓഫ് ദ ഫേം. നേരെ മറിച്ച് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തൊക്കെ ഇൻഫർമേഷൻസാണ് വേണ്ടത്? വെദർ ദ കമ്പനി ഹാസ് ദ എബിലിറ്റി ടു റീപേ ദ ഡെറ്റ് ആൻഡ് ഇൻട്രസ്റ്റ്, അതായത് ഇൻട്രസ്റ്റ് കൊടുക്കാനും ഈ ഡെറ്റ് റീപേ ചെയ്യാനൊക്കെ ഉള്ള ഏണിംഗ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയണം. അപ്പോൾ ദ ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയാൽ അതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്, അതിനനുസരിച്ചിട്ട് എന്താ പറയുക ഇൻവെസ്റ്റേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഫേമിൻ്റെ എന്താ പറയുക ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെത്. നെക്സ്റ്റ് ഇസ് ക്രെഡിറ്റേഴ്സ്, ഇമ്പോർട്ടൻസ് ഫോർ trade creditors and suppliers. Trade creditors and suppliers need information to determine whether the amounts owing to them will be paid when due. ക്രെഡിറ്റേഴ്സിനുള്ള എമൗണ്ട് കൊടുക്കാനാവുന്ന സമയത്ത് അത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഫേമിനുണ്ടോ എന്നുള്ളത് ആർക്കറിയണം? ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സിന് അറിയണം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെൽപ്സ് ടു നോ വെദർ ദ കമ്പനി ഹാസ് ദ കപ്പാസിറ്റി ടു പേ ദ എമൗണ്ട് ഡ്യൂ ടു ദം ഇൻ ടൈം. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നോക്കിയാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ഫേമിൻ്റെ സോൾവൻസി അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ഫേം എങ്ങനെയാണെന്നുള്ളത് ക്രെഡിറ്റേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഫോർ ബാങ്ക്സ്, അതായത് ബാങ്കേഴ്സിന് ഏത് രീതിയിലാണ് ഉപകാരപ്പെടുന്നത് നോക്കാം. ബാങ്കർ എന്ന് പറഞ്ഞാൽ ഹീസ് ഇൻട്രസ്റ്റഡ് ടു സീ ദാറ്റ് ദ ലോൺ എമൗണ്ട് ഇസ് സെക്യൂർ ആൻഡ് ദ കസ്റ്റമർ ഇസ് ഓൾസോ ഏബിൾ ടു പേ ദ ഇൻട്രസ്റ്റ് റെഗുലർലി. ബാങ്കിന് അതാണ് അറിയേണ്ടത്, ഈ കമ്പനിക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അവർ ഗ്രാൻഡ് ചെയ്തിരിക്കുന്ന ലോൺസൊക്കെ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി കമ്പനിക്ക് ഉണ്ടോ, അതേപോലെ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇതൊക്കെയാണ് ബാങ്കിന് അറിയേണ്ടത്. മനസ്സിലായല്ലോ. ഫോർ ദിസ് ദേ വാണ്ട് ടു നോ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബോറോയിങ് കമ്പനി. അപ്പോൾ ബാങ്ക്സ് വിൽ ഗെറ്റ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ ഫ്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെയാണ് ബാങ്കിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപകാരപ്പെടുന്നത്. ക്ലിയർ ആണോ? പിന്നെ വരുന്ന കൂട്ടർ ഏതാണ്? കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സ് നീഡ് ഇൻഫർമേഷൻ ടു നോ വെദർ ദ കമ്പനി വിൽ ബി ഏബിൾ ടു കണ്ടിന്യൂ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദം. അപ്പം ഇനിയും ഭാവിയിലും ഈ കമ്പനിക്ക് നിലനിൽപ്പുണ്ടോ, ഭാവിയിലും കമ്പനി ഗുഡ്സ് ആൻഡ് സർവീസസ് കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടാവുമോ എന്നൊക്കെ അറിയാനാണ് കസ്റ്റമേഴ്സിന് കാര്യമായിട്ട് വേണ്ടത്. അതിനും അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നു. ദെൻ എംപ്ലോയീസാണ് വരുന്നത്. എംപ്ലോയീസ് എന്താ അറിയേണ്ടത്? അവർക്ക് കൃത്യമായി സാലറി കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ എംപ്ലോയീസ് റിക്വയർ ഇൻഫർമേഷൻ ടു അസസ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി എൻ്റർപ്രൈസ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി അതിനനുസരിച്ചിരിക്കും ദെയർ റെമ്യൂണറേഷൻ, ബോണസ്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, വർക്കിംഗ് കണ്ടീഷൻ എക്സെട്ര. സോ ദെയർഫോർ എംപ്ലോയീസ് ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. വേറൊരു കൂട്ടരാണ് ഇമ്പോർട്ടൻസ് ഫോർ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് നോക്കാം. ആൻഡ് അതർ ഏജൻസീസ്, ഗവൺമെൻറ് ആൻഡ് അതർ ഏജൻസീസ് എന്നാട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ് ടു അസസ് ടാക്സ് ലയബിലിറ്റി ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. മനസ്സിലായോ? അപ്പോൾ ഗവൺമെൻറ്റ്സ് നീഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ അഫെയേഴ്സ് ഓഫ് ദി കമ്പനി ടു ഫോർമുലേറ്റ് ടാക്സ് പോളിസീസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസീസ്, ആനുവൽ ബഡ്ജറ്റ് എക്സെട്ര. അതേപോലെ ഈ കൺട്രോളിംഗ് ഏജൻസി സെബി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ കമ്പനീസ് ടു എക്സസൈസ് കൺട്രോൾ ഓവർ ദം. സിമിലർലി ടാക്സ് അതോറിറ്റീസ് ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ടാക്സ് പേയിങ് കമ്പനീസ്. അപ്പോൾ ഈ എല്ലാ എന്താ പറയുക ഗവൺമെൻറ്റിനായാലും അതർ ഏജൻസീസിനായാലും എല്ലാവർക്കും വേണ്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ അസസിങ് ദി ടാക്സബിൾ ഇൻകം. Then last one is trade associations. Trade associations require information to initiate വേജ് നെഗോസിയേഷൻസ്. അതായത് ഈ ട്രേഡ് യൂണിയൻസിൻ്റെ പരിപാടി എന്താണ്? അവർക്ക് വേണ്ടത് എന്താണ്? ദേ പ്രൊവൈഡ് സർവീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ മെമ്പേഴ്സ്. യൂണിയനിലുള്ള ആളുകളുടെ അവരുടെ എന്താ പറയുക പ്രൊട്ടക്ഷനാണ് ഇവരുടെ ലക്ഷ്യം.
But they may analyze the financial statements for the purpose of providing facilities to these members. But trade unions ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയിട്ടാണ് ഇനിയും വേജ് നെഗോസിയേഷൻസ് നടത്തണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോ ദിസ് ഇൻഫർമേഷൻ ഇസ് പ്രൊവൈഡഡ് ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി പബ്ലിക്കിന് വരുന്നുണ്ട് കേട്ടോ. എന്താ ഇമ്പോർട്ടൻസ് ഫോർ പബ്ലിക് നോക്കാം. Public financial statement provide information to public to judge whether the enterprise has fulfilled its social responsibility or not. നമ്മൾ CSR പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കമ്പനീൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്പനി മീറ്റ് ചെയ്യുന്നുണ്ടോ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാറുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് ലിമിറ്റേഷൻസും കൂടെ നോക്കിയിട്ടൊന്ന് നിർത്താം. ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് നോട്ട് എ പ്രിസൈസ്, അതായത് ഇൻഫർമേഷൻ ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് പ്രിസൈസ് ബിക്കോസ് ദേ ആർ പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു സർട്ടൻ കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് ആൻഡ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഒരിക്കലും എന്തല്ല എന്ന് പറയാം, ഒരു പ്രിസൈസ് അല്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ആണ്. നമുക്കറിയാലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ, അപ്പോൾ ദേ ടെൽ നത്തിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. അപ്പം അങ്ങനെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടിയിട്ട് മാനേജ്മെൻറ്റിന് എന്തില്ല എന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് മച്ച് ഹെൽപ്ഫുൾ ടു മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. ദെൻ ഇൻകംപ്ലീറ്റ് ആണ്, അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് കംപ്ലീറ്റ് എന്ന് പറയാം. അതായത് ഓൺലി ദാറ്റ് ഇൻഫർമേഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ് ആർ ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അല്ലേ, ഫിനാൻഷ്യൽ ഡാറ്റ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അല്ലാതെ എന്താ പറയുക എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, ലോയൽറ്റി ഓഫ് എംപ്ലോയീസ് എക്സെട്ര ആർ നോട്ട് കൺസിഡേർഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ ഇറ്റ് ഇഗ്നോർസ് പ്രൈസ് ലെവൽ ചേഞ്ചസ്, അതായത് ബാലൻസ് ഷീറ്റിൽ അസെറ്റ്സ് ആർ ഷോൺ അറ്റ് ഒറിജിനൽ കോസ്റ്റ്, അതായത് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ ഇഗ്നോർഡ് എന്നാണ് പറയുന്നത്. ദെൻ സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബിക്കോസ് ഇറ്റ് ഡിസ്ക്ലോസസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓൺ എ പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം. സോ ചേഞ്ചസ് ഇൻ അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ എന്താ പറയുക നോട്ട് റിവീൽഡ്. ആൻഡ് ലാക്ക് ഓഫ് കമ്പാരബിലിറ്റി, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കമ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ടു ഫേംസ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പീരിയഡ്സ്, മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് രണ്ട് ഫേമിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പീരിയഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പ്രൊസീജിയേഴ്സ് ഒന്നും വെച്ചിട്ട് അങ്ങനെ നമുക്ക് എന്താ പറയില്ല കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ദ സൈസ് ഓഫ് ബിസിനസ് കൺസേൺ ഇസ് വേരിയിങ് അക്കോർഡിംഗ് ടു ദ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻ. മനസ്സിലാവും. അപ്പോൾ വലിയ ബിസിനസ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റൊക്കെ ഉണ്ടാവാം. വലിയൊരു ഫേമിനെയും ചെറിയൊരു ഫേമിനെയും കമ്പയർ ചെയ്തിട്ട് ഇറ്റ് ഹാസ് ഓഫ് നോ യൂസ്. ദെൻ ദേ ആർ ഡംപ് എന്ന് പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഡംപ് ബിക്കോസ് ദേ കനോട്ട് സ്പീക്ക് ദംസെൽസ്. അതായത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിക്വയർ ഫർദർ ഡീറ്റെയിൽഡ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. അതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ കിട്ടിയെന്ന് വെച്ചിട്ട് അതിൽ നിന്ന് നമുക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ. അത് ശരിക്കും അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്താൽ മാത്രമേ അതിനെക്കൊണ്ട് യൂസ് ഉള്ളൂ. അതർവൈസ് ദേ ആർ ഡംപ്. ഓക്കെ, താങ്ക് യു.